ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2026 വിഷൻ ബോർഡാണ്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി വേണ്ടത് കുറച്ച് പ്രിന്റ് ആണ്. നമ്മൾ ഈ പ്രിന്റ് എല്ലാം എടുത്തേക്ക് പ്രിന്റ് ഡൗൺലോഡ് ചെയ്ത് നല്ല പ്രിന്റ് എടുത്തേക്കാണ്. കളർ പ്രിന്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു നല്ല വൈറ്റ് ഫോം ബോർഡാണ്. അപ്പൊ നമ്മൾ ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളിത് സിസേഴ്സ് ഒക്കെ വേണം. നമ്മൾ സിസേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു ചേച്ചിനെല്ലാം കട്ട് ചെയ്യാൻ പോവാണ്. വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെ കുറിച്ചും നമ്മുടെ ഡിസൈർഡ് ലൈഫിനെ കുറിച്ചും നമുക്കുള്ളൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ വിഷൻ ബോർഡ്. ഡ്രീം ബോർഡ് എന്നും ഗോൾ ബോർഡ് എന്നും മാനിഫെസ്റ്റേഷൻ ബോർഡ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിൻട്രസ്റ്റ്, ഇൻഷോട്ട് അങ്ങനെയുള്ള ആപ്പുകൾ യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇന്നിവിടെ ഫിസിക്കൽ വിഷൻ ബോർഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഗോൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴി നമ്മുടെ ഗോൾസിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ആവും. അത് നമ്മുടെ ഡെയിലി ആക്ഷൻസിനെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്കതൊരു മോട്ടിവേഷനായും ഇൻസ്പിറേഷനായും മാറും. ഇവിടെ ലോ ഓഫ് അട്രാക്ഷനാണ് വർക്ക് ആവുന്നത്. നമ്മൾ എന്നും ഈ വിഷൻ ബോർഡ് കാണുന്നത് വഴി അത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും കാണുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനുവേണ്ടി അറിയാതെ വർക്ക് ചെയ്യുന്നു. അത് നമ്മുടെ റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ആയിരിക്കും നമ്മൾ വിഷൻ ബോർഡിൽ വെക്കുന്നത്. വിഷൻ ബോർഡ്സ് നമുക്ക് ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. 6 months തൊട്ട് 12 months വരെയാണ് സാധാരണ ഒരു ഷോർട്ട് ടേം വിഷൻ ബോർഡ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ 12 month വിഷൻ ബോർഡാണ് ചെയ്യുന്നത്, അതായത് ഒരു വർഷത്തേക്കുള്ള വിഷൻ ബോർഡ്. നമുക്ക് നമ്മുടെ ഗോളിനെ പല കാറ്റഗറികളായിട്ട് തിരിക്കാൻ പറ്റും. ഹെൽത്ത് ആൻഡ് വെൽനസ്, കരിയർ ആൻഡ് ഫൈനാൻസസ്, റിലേഷൻഷിപ്സ് ആൻഡ് ഫാമിലി, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ലേണിംഗ്, ട്രാവൽ ആൻഡ് അഡ്വെഞ്ചർ, ഹോബീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട, നമുക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട കാറ്റഗറീസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് പേഴ്സണലായും ഇമോഷണലായും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസ് നമ്മൾ കണ്ടെത്തുന്നു. അതെല്ലാം ഓരോ കാറ്റഗറിയായി ഓർഗനൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വിഷൻ ബോർഡിൽ ഒട്ടിക്കുന്നു. ഓരോ ഫോട്ടോസും എത്രത്തോളം സ്പെസിഫിക്കും ഡീറ്റെയിൽഡും ആകാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡും സ്പെസിഫിക്കുമായിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതുവഴി ഓരോ വട്ടവും ആ ഫോട്ടോസ് നമ്മുടെ ഗോൾസിനെ കുറിച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യും. നമ്മൾ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ അധികം കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫോം ബോർഡിൽ ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് തോനെ ഉണ്ടായിരുന്നു കട്ട് ചെയ്യാൻ. ഇനി ഇതെല്ലാം നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഫോം ബോർഡ് ഒട്ടിക്കും. അപ്പം ഞാൻ എടുത്തേക്കുന്ന മേഖല എന്ന് വെച്ചാൽ എൻ്റെ എഡ്യൂക്കേഷൻ, എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് ഡ്രീംസ്, അങ്ങനെ കുറച്ചാണ്. ഇത് എടുത്തിരിക്കുന്ന എല്ലാം പിൻട്രസ്റ്റിൽ നിന്നാണ്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ കളർ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഫോം ബോർഡിൽ ഒട്ടിക്കണം. ഇതെല്ലാം ഒട്ടിച്ചിട്ട് നമുക്ക് ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാമെന്നായിരിക്കും. നമ്മളിനി എല്ലാ ഫോം ബോർഡിലും ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള സ്റ്റിക്കും ഗ്ലൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ സൈഡ് ടേപ്പ് ആണ്. അപ്പൊ നമ്മളിനി ഇതെല്ലാം ഒട്ടിക്കാൻ പോവാണ്. അതെ. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ നമ്മുടെ വിഷൻ ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്. ഇതാണ് എന്റെ വിഷൻ ബോർഡ്. അപ്പൊ നമ്മൾ വേണ്ട ഫോട്ടോസും കാര്യങ്ങളെല്ലാം കട്ടൗട്ട് ചെയ്ത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് 2026 ലാസ്റ്റ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.